ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷിജു ഖാൻ കൈരളിക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നിലയിൽ ഒരു പിന്തുണ ഈ ഡൽഹിയിലെ സമരത്തിന് ഡിവൈഎഫ്ഐ നൽകുന്നു, SFI ഉൾപ്പെടെയുള്ള പുരോഗമന സംഘടനകളെല്ലാം തന്നെ നൽകുന്നു. നിലവിൽ എങ്ങനെയാണ് ഇതൊരു തുടർ പ്രക്ഷോഭം എന്നുള്ള നിലയിൽ എങ്ങനെ ഇതിനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഡൽഹിയിലെ സമരത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് രാജ്യവ്യാപകമായി ഐക്യദാർഢ്യ പരിപാടികൾ ഏറ്റെടുത്ത ഒരു യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. സമരത്തിൻ്റെ തുടക്കഘട്ടം മുതൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് A. റഹീം ആ സമരസ്ഥലത്തെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കേരളത്തിൽ പോയ ദിവസങ്ങളിൽ നിരവധിയായ ഇടപെടലുകളും പരിപാടികളുമാണ് നടന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യയിലെ യുവതയ്ക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ അഴിമതിക്ക് എതിരായ ഈ പോരാട്ടത്തെ ശക്തിയുക്തം പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐയും SFIയും എന്നതാണ്. ഇന്ന് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിലടക്കം ജില്ലകളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ സമരം വളരെ പെട്ടെന്ന് 24 മണിക്കൂർ കൊണ്ട് തീരുമാനിക്കപ്പെട്ട ഒരു പ്രതിഷേധമാണ്. എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇതിനോടകം പരിപാടികൾ നടന്നു. ജില്ലാ കേന്ദ്രങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നടന്നു. ഇത് രാജ്യത്തിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ആർജിക്കുന്ന പരിപാടിയാണിത്. ഇത് രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വിദ്യാഭ്യാസ അഴിമതിക്കും നീറ്റ് ക്രമക്കേടിനുമെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഈ ടീമിനെ അതിൻ്റെ ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നതുകൂടി ഈ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രബുദ്ധമായിട്ടുള്ള ഒരു ജനതയുടെ സമരപ്രഖ്യാപനം കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ ഐക്യദാർഢ്യ പരിപാടികൾ. തിരുവനന്തപുരത്തെ ഈ പരിപാടിയിലും നിരവധി വ്യക്തിത്വങ്ങൾ വരുന്നുണ്ട്. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വരുന്നുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് CN മോഹൻ അടക്കം ഇവിടെ എത്തിക്കഴിഞ്ഞു. സഖാവ് P. ജയരാജൻ ഇതിനോടകം തന്നെ സദസ്സിലേക്ക് വന്നു കഴിഞ്ഞു. തീരുമാനിക്കപ്പെട്ടതുപോലുള്ള പരിപാടിയായിട്ട് ഇത് മുന്നോട്ട് പോകും. അതോടൊപ്പം ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജും പ്രസിഡന്റ് വസീഫും സൂചിപ്പിച്ചു, ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്ന് നൂറുകണക്കായിട്ടുള്ള ചെറുപ്പക്കാർ വിവിധങ്ങളായ തീവണ്ടികളിൽ ഈ സമരത്തിന് പിന്തുണയുമായി ഡൽഹിയിലേക്കും പോവുകയാണ്. അതുകൊണ്ട് ഈ സമരത്തിന് വലിയ നിലയിലുള്ള പിന്തുണ ഡൽഹി സമരത്തിന് ഉണ്ടാകും. ആ സമരത്തോടൊപ്പം കേരളത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഇതിപ്പോൾ ഈ ഡൽഹിയിലെ സമരത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മൃഗീയമായ നിലയിൽ അതിനെ അടിച്ചൊതുക്കാനാണ് പോലീസും ഭരണകൂടവും ശ്രമിക്കുന്നത്. ആ നിലയിൽ കൂടി ഈ സമരം ഈ മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ളൊരു അക്രമം ഈ സമരത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ മർദ്ദനോപാധികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ പോലുള്ള ഏറ്റവും ഭീകരമായ കാലത്ത് അതിനെതിരായി ഉയർന്ന വലിയ സമരങ്ങളുണ്ട്, വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റും പ്രധാനമന്ത്രിയുടെ വസതിയും രാഷ്ട്രപതിയുടെ വസതിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഡൽഹി പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ 10,000-കണക്കിന് ചെറുപ്പക്കാർ വലിയ നിലയിൽ ഒരു പ്രതിഷേധത്തിൻ്റെ കേന്ദ്രമാക്കി അവിടെ വളർത്തുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ മാത്രമല്ല, ലോകത്തെ മീഡിയ ഈ സമരം വളരെ സീരിയസ് ആയിട്ട് ഉയർത്തിക്കൊണ്ട് വരികയാണ്. ഇത് നമ്മൾ കാണേണ്ടത് ദീർഘകാലമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗം വലിയ അഴിമതിക്ക് നേതൃത്വമായി മാറി. വിദ്യാഭ്യാസ തട്ടിപ്പും ക്രമക്കേടും വ്യാപകമായി മാറി. രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിനും അവരുടെ പിണിയാളുകൾക്കും ഈ സാമ്പത്തിക വിദ്യാഭ്യാസ അഴിമതിയിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് വരുന്നത്. 30 വിദ്യാർത്ഥികൾ ജീവനൊടുക്കി. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അതോടൊപ്പം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെല്ലാം ഈ 30 ജീവനുകൾ നീറ്റ് പോലെ ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പരീക്ഷയെ കോടികൾ വിലയ്ക്ക് വാങ്ങി അതിൻ്റെ ചോദ്യക്കടലാസ് അതിൻ്റെ ചോദ്യങ്ങൾ വിറ്റ് 30 വിദ്യാർത്ഥികൾ ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്. ഇത് ആത്മഹത്യയല്ല, ഇത് ഭരണകൂടം നൽകിയ നിർബന്ധിത മരണമാണ്. രക്ഷാകർത്താക്കൾ, അവരുടെ കുടുംബങ്ങൾ ആ പൊന്നോമനകളായ വിദ്യാർത്ഥികളെ വളർത്തി അവരെ മികച്ച നിലയിൽ പ്രൊഫഷനുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ പഠിപ്പിച്ചെടുക്കുന്നു. പക്ഷേ ചോദ്യങ്ങൾ കോടികൾ കയ്യിലുള്ളവൻ വിലയ്ക്ക് വാങ്ങുന്നു. അങ്ങനെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം സമ്പൂർണ്ണ തകർച്ചയിലെത്തിയതിൻ്റെ ഉദാഹരണമാണിത്. അതുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ഈ സമരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ സഖാവ് P. ജയരാജനെ പോലെ
കേരളത്തിൻ്റെ സമരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമായി മാറിയിട്ടുള്ള സഖാക്കൾ ഇവിടെ വന്നു. CN മോഹനൻ സഖാവിനെ പോലുള്ളവർ വന്നു. DYFIയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇപ്പോൾ എത്തിച്ചേരും. നിരവധി നമ്മുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നന്ദി.